ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ബട്ട് എൻ്റെ ഒരു അസസ്മെൻറ്റിൽ ഫ്രം വേരിയസ് സോഴ്സസ്, ഈ നെറ്റിലുള്ള സോഴ്സസ്, ഫോറിൻ ആൾക്കാരുടെ ആർട്ടിക്കിൾസ്, അവരുടെ അഭിപ്രായങ്ങൾ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ മിക്കവാറും ഇറാനെ തിരിച്ചടിക്കാൻ സാധ്യതയില്ല. കാരണം അവൻ അടിച്ചു കൊണ്ടില്ല, പിന്നെ എന്തിനാ അവനെ തിരിച്ചടിക്കുന്നത്? മാത്രമല്ല, ഈ ഒരു സാധ്യത അവിടുത്തെ ഇറാനിലെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഖമേനി ആണെങ്കിൽ പേടിച്ചിട്ട് വെള്ളം കുടിക്കാൻ പേടിയാണ്. കാരണം ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചിട്ട് ആ ഗ്ലാസ് നമ്മൾ തിരിച്ചു വയ്ക്കുമല്ലോ, തിരിച്ചു വയ്ക്കുമ്പോൾ ഗ്ലാസ് പൊട്ടിത്തെറിക്കും. എല്ലാ ഗ്ലാസ്സിനടിയിലും കുറച്ച് കട്ടി ഗ്ലാസ് ഉണ്ട്. ഈ കട്ടി ഗ്ലാസ്സിനടിയിൽ നിങ്ങൾക്ക് സ്ഫോടക വസ്തു വയ്ക്കാം, എന്നിട്ട് റിമോട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടത് പൊട്ടിക്കാം. ഇത് തമാശയ്ക്ക് ഒരാൾ യൂട്യൂബിൽ ചെയ്തിടുകയും പലരും പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അത് കേട്ട് പേടിച്ചിട്ട് ഖമേനി വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ്സുകൾ മാറ്റി പിച്ചളയുടെ ഗ്ലാസ് ആക്കുക, അങ്ങനെ എന്തൊക്കെ ചെയ്യും. വല്ലാത്ത ടെൻഷനിലാണ്. ബട്ട് ഇവരിത് ചെയ്യുകയും ചെയ്യും. കാരണം റിമോട്ടിൽ നിന്ന് മെഷീൻ ഗൺ യൂസ് ചെയ്താണ് അവർ ആണവശാസ്ത്രത്തിനെ കൊല്ലുന്നത്. ഇറാനിലെ ആണവശാസ്ത്രത്തിൽ കടന്നു പോകുന്ന വഴിയിലൊരു പിക്കപ്പ് വാൻ അവിടെ കിടക്കുന്നു. ഇയാൾ കടന്നു പോകുമ്പോൾ ഒരു ബമ്പുണ്ട് റോഡിൽ. ആ ബമ്പിലെത്തുമ്പോൾ വണ്ടി സ്ലോ ആകുമല്ലോ. ആ സ്ലോ ചെയ്ത സമയത്ത് ഈ പിക്കപ്പ് വാനിലെ ഒളിഞ്ഞിരുന്ന മെഷീൻ ഗൺ കറക്റ്റ് ഇയാളെ സ്പോട്ട് ചെയ്തിട്ട് വെടിവെച്ച് കൊല്ലുന്നു. ഇത്രയും ഒരു സെൻസിറ്റീവായ ആക്യുറേറ്റായ റിമോട്ടിൽ നിന്ന് ഒരു ഓപ്പറേഷൻ ആരും ചെയ്തിട്ടില്ല. ഫ്രം ഇസ്രായേൽ ടു ഇറാൻ. ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് ഇറാനിലെ ഒരു മെഷീൻ ഗൺ റിമോട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവർ അക്വയർ ചെയ്തിരിക്കുന്ന ടെക്നോളജി ആലോചിച്ച് നോക്കും. അപ്പോൾ അയൺ ഡോം ഇന്ത്യക്കും ഉണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കുറേ അയൺ ഡോം. ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്തിന് അയൺ ഡോം വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രാക്ടിക്കലല്ല. ഇത് കൊണ്ടുപോകാം, നമുക്ക് ഈ കുട കൊണ്ടുപോകുന്ന പോലെ പല സ്ഥലത്ത് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോകാം. ചെറിയ രാജ്യങ്ങൾക്കൊക്കെ പറ്റും, വലിയ രാജ്യത്തിന് പറ്റില്ല. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നമ്മളിത് വാങ്ങണോ വേണ്ടേന്നൊക്കെ ആലോചിച്ചിട്ട് 2011 ഇത് ഡെവലപ്പ് ചെയ്ത് ഇതാകുന്നത്. വേണം വേണ്ട എന്നൊക്കെ തീരുമാനിച്ച അവസാനം വേണ്ടാന്ന് വെച്ചു. മോദി വന്നപ്പോൾ മോദി തീരുമാനിച്ചു വാങ്ങിച്ചോടാ ഒരു 10 ഇരിക്കട്ടെ ഒരാവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 8-10 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ നിന്ന്. അത് നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം ലോകത്തെ കലാപരിപാടികൾ മുഴുവൻ നമ്മൾ വാച്ച് ചെയ്യുകയും ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള ഒരു പ്രത്യേകത അതാണ്. അത്യന്താധുനികമായ ആയുധങ്ങൾ വലിയ ബഹളമോ ലഹളയോ ഒന്നുമില്ലാതെ വാങ്ങി നമ്മൾ സൂക്ഷിക്കും നമ്മളൊരാവശ്യത്തിന്. ഈ ഡിഫൻസിൽ ടെൻഡറിന് പോവുക എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ടെൻഡർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ അറിയും നിങ്ങൾ ഒരായുധം വാങ്ങാൻ പോകുന്നു. ലോകം മുഴുവൻ അറിഞ്ഞു. ഈ ലോകം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, അങ്ങനെ ചെയ്തു എന്നല്ല. S-400 റഷ്യയിൽ നിന്ന് വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചു. ഈ S-400 അവിടെ നിന്ന് ഷിപ്പ് ചെയ്യണമല്ലോ. ഇതിനിടയ്ക്ക് ഇസ്രായേലോ അമേരിക്കയോ ഈ സപ്ലൈ ചെയിനിലാണല്ലോ ഈ കൃത്രിമം കാണിക്കുന്നത്. പേജറിൽ കൃത്രിമം കാണിക്കാൻ പറ്റിയ ആൾക്കാർക്ക് മിസൈൽ കൃത്രിമം കാണിക്കാൻ പറ്റില്ലേ? ഓൺ ദ വേ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെൻഡറിങ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ബഹളം വയ്ക്കുന്നത് ഡിഫൻസിൽ നമുക്ക് ദോഷമായിട്ടേ വരുള്ളൂ. എനിവേ അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഈ സാധനം വെച്ച് ഇസ്രായേൽ ഇറാൻ്റെ മിസൈലുകളെ നാശമാക്കി അടിയൊന്നും കൊണ്ടില്ല. അവിടെയാണെങ്കിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകും എന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനുള്ള ആഹ്വാനം കൊടുക്കുന്നു, ഞാൻ സംരക്ഷിച്ചോളാം എന്നൊക്കെ പറയുന്നു. ആ അവസ്ഥയിൽ ഇനി ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കേണ്ട കാര്യമില്ല.